ിലുള്ള ക്വസ്റ്റ്യനായിട്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും. ക്വിറ്റ് ഇന്ത്യ സമര പ്രക്ഷോഭത്തിൻ്റെ സമരനായിക സമരനായിക ആരാണ്? അരുണ ആസിഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ സമരനായിക. സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ വരുന്ന ദിവസം. സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ വരുന്നത് ജൂൺ 21-നാണ്. സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ വരുന്നത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി. ഞാൻ എന്ന ആത്മകഥയുടെ രചയിതാവ്. ഞാൻ എന്ന് പറയുന്ന ആത്മകഥ ആരാണ് എഴുതിയത്? NN പിള്ളയുടെ ആത്മകഥയാണ് ഞാൻ. NN പിള്ള. ഞാൻ. ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി. ഗലീന ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഗലീന എന്ന് പറയുന്നത് സിങ്കിൻ്റെയാണ്. സിങ്കിൻ്റെ അല്ല, ലെഡിൻ്റെയാണ് ഗലീന എന്ന് പറയുന്നത് ലെഡിൻ്റെയാണ് അയിരാണ് ഗലീന. നിവർത്തന പ്രക്ഷോഭം നടന്നത് എന്നാണ്? 1932-ലാണ്. 1932-ലാണ് നിവർത്തന പ്രക്ഷോഭം നടന്നത്. നടന്നതെന്നാണ് 1932. തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച ആദ്യത്തെ മലയാളി വനിത. എന്ന് പറയുന്ന ആരാണ്? അൽഫോൺസാമയാണ് തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച ആദ്യത്തെ മലയാളി വനിത. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് ആരാണ്? ഇൻ്റർനെറ്റിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ചാൾസ് ബാബേജാണ് കേട്ടോ. ചാൾസ് ബാബേജാണ് ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ചാൾസ് ബാബേജാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലം എന്ന് പറയുന്നത് ഏതാണ്? ലക്ഷദ്വീപാണ് കേട്ടോ. ലക്ഷദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലം എന്ന് പറയുന്നത്. ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ്? സ്ഥാപിച്ചത് രാജാ റാം മോഹൻ റോയ് ആണ്. പിന്നെ അടുത്തൊരു കറണ്ട് അഫെയർസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് അഫെയർസ് നോക്കി പഠിക്കുക കേട്ടോ. ഇന്ത്യയുടെ സർവ്വസൈനാധിപൻ എന്നറിയപ്പെടുന്ന ആരാണ്? പ്രസിഡൻ്റാണ്. ഇന്ത്യയുടെ സർവ്വസൈനാധിപൻ പ്രസിഡൻ്റാണ്. കിഴക്കോട്ടൊഴുകുന്ന നദി. താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി എന്ന് പറയുന്ന ഏതാണ്? പാമ്പാറാണ് കേട്ടോ. പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദി. ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം. എന്ന് പറയുന്നത് ആർഗണാണ് ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം. സിക്സ്ത് സെൻസ് എന്ന സിനിമയുടെ സംവിധായകനാണ് മനോജ് നൈറ്റ് ശ്യാമളൻ. അന്നത്തെ ഒരു കറണ്ട് അഫെയർസ് കൂടെ ആയിരുന്നു കേട്ടോ. കേരള സർവകലാശാലയുടെ ഇപ്പോഴത്തെ ഇത് കറണ്ട് അഫെയർസാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? ഹംപിയാണ് കേട്ടോ. ഹംപിയാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഹംപിയാണ്. ഹംപി എന്ന് പറയുന്നത് ഇപ്പം ലോക പൈതൃക പട്ടികയിലൊക്കെ ഇടം നേടിയ സ്ഥലമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നന്ദനാർ ആരുടെ തൂലികാനാമമാണ്? നന്ദനാർ എന്ന് പറയുന്ന ആരാണ്? PC ഗോപാലൻ്റെ തൂലികാനാമമാണ് നന്ദനാർ. കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയാണ് കേട്ടോ. കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. ഗുൽസാരിലാൽ നന്ദയുടെ സമാധി സ്ഥലം എവിടെയാണ്? നാരായൺ ഘട്ടിലാണ് ഗുൽസാരിലാൽ നന്ദയുടെ സമാധി സ്ഥലം എന്ന് പറയുന്നത്. നാരായൺ ഘട്ടിലാണ് ഗുൽസാരിലാൽ നന്ദയുടെ സമാധി. കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് ഏത്? കഥകളി എന്ന് പറയുന്നത്. മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. മഹാത്മാ എന്ന് ഗാന്ധിജി ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. കറണ്ട് അഫെയർസ് ആണ്. കേരള കായിക ദിനം ഒക്ടോബർ 13. ആരുടെ ജന്മദിനമാണ്? കേരള കായിക ദിനമായ ഒക്ടോബർ 13 എന്ന് പറയുന്നത് GV രാജയുടെ ജന്മദിനമാണ് കേട്ടോ. GV രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. ആർദ്ര
അളക്കുന്നതിനുള്ള ഉപകരണം, ആർദ്രത അളക്കുന്നതിനുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഹൈഗ്രോമീറ്റർ ആണ് കേട്ടോ. ഹൈഗ്രോമീറ്റർ ആണ് ആർദ്രത അളക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഹൈഗ്രോമീറ്റർ ആണ്. ജപ്പാൻ്റെ പാർലമെൻറ്റിനെ അറിയപ്പെടുന്നത് ഡയറ്റ് എന്നാണ്. ഡയറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജപ്പാൻ്റെ പാർലമെൻറ്റാണ് ഡയറ്റ്. ഭൂമിയിൽ 32 കിലോഗ്രാം ഭാരമുള്ള ആളുടെ ചന്ദ്രനിലെ ഭാരം, ഭൂമിയിൽ 32 കിലോഗ്രാം ഭാരമുണ്ടെങ്കിൽ ചന്ദ്രനിൽ അയാളുടെ ഭാരം എത്ര ആയിരിക്കും? 12 ആയിരിക്കും കേട്ടോ. 12, അതായത് 6 എന്ന് പറഞ്ഞ് കുറയും. ഓക്കെ, 6 കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 12 കിലോഗ്രാമേ ചന്ദ്രനിൽ കാണും. ഇന്ത്യയിൽ ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് തമിഴാണ് കേട്ടോ. തമിഴിനാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ശ്രേഷ്ഠ ഭാഷാ പദവിയിലേക്ക് കുറച്ച് ലാംഗ്വേജസുകൾ വന്നിട്ടുണ്ട്. അത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഒറൈസ സറ്റൈവ ഏത് ശാസ്ത്രീയ നാമമാണ്? ഒറൈസ സറ്റൈവ എന്ന് പറയുന്നത് നെല്ലിൻ്റെയാണ് കേട്ടോ. നെല്ലിൻ്റെയാണ് ഒറൈസ സറ്റൈവ എന്ന് പറയുന്നത് നെല്ലിൻ്റെയാണ്. ഇനി ലോക ജനസംഖ്യ 500 കോടിയിലെത്തിയ വർഷം എന്നാണെന്ന്. ലോക ജനസംഖ്യ 500 കോടിയിലെത്തിയത് 1987-ലാണ്. 1987-ലാണ് ലോക ജനസംഖ്യ 500-ലേക്ക് എത്തിച്ചേർന്നത്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖയാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ. കേരളത്തിലെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി, നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തര കല്യാണം കഴിക്കുന്നത് ആരാണ്? നമ്മുടെ പിണറായി വിജയൻ തന്നെയാണ് അല്ലേ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക്. അപ്പോൾ ഈ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കറണ്ട് അഫയേഴ്സ് എനിക്കിപ്പോൾ ഓർമ്മ വന്നു, അതും കൂടെ പറയണേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് AI റോബോട്ടിക്സിൻ്റെ റിസർച്ച് സെൻറ്റർ നിലവിൽ വന്നത് എവിടെ? AI റോബോട്ടിക്സിനായിട്ടുള്ള റിസർച്ച് സെൻറ്റർ ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത് നമ്മുടെ കേരളത്തിൽ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ്. സോഹോ റിസർച്ച് സെൻറ്ററാണ് കേട്ടോ. കൊട്ടാരക്കര നെടുവത്തൂരിൽ സോഹോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് AI റോബോട്ടിക്സിൻ്റെ റിസർച്ച് സെൻറ്റർ വന്നത് കേട്ടോ. അത് കറണ്ട് അഫയേഴ്സ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റാണ് ഡയോപ്റ്റർ. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? February 2 ആവർത്തിച്ച് ചോദിച്ചതാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ് കേട്ടോ. ബാംഗ്ലൂർ. ഫയം ഉണ്ടാക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ, നമുക്ക് ഫയമൊക്കെ വരുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്? അഡ്രിനാലിനാണ് കേട്ടോ. അഡ്രിനാലിനാണ് ഫയമൊക്കെ ഉണ്ടാകും. ഉപദ്വീപീയ ഇന്ത്യയിലെ നീളം കൂടിയ നദിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഗോദാവരിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ നീളം കൂടിയ നദിയാണ് ഗോദാവരി. കൊല്ലവർഷം ആരംഭിക്കുന്നത് എന്നാണ്? AD 825 തൊട്ടാണ്. അർബുദം ബാധിക്കാത്ത അവയവം എന്ന് പറയുന്നത് ഏതാണ്? അത് ഹൃദയമാണ്. ഹൃദയത്തെ അർബുദം ബാധിക്കുകയില്ല. നമ്മുടെ ഹൃദയത്തിന് ക്യാൻസർ ഉണ്ടാകുന്നൊന്നും പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. അറ്റാക്കല്ലേ വരുന്നത്, ബ്ലോക്കുകളൊക്കെയാണ് വരുന്നത് അല്ലേ. കേരളത്തിലെ ഏക കൺറ്റോൺമെൻറ്റ് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ഇത് കണ്ണൂരായിരുന്നു കേട്ടോ. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസാണ് കേട്ടോ. നിംബസാണ് മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ 4 മേഘങ്ങൾ ഓർത്ത് വെക്കണം. സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്. പഞ്ഞിക്കെട്ട് പോലെ തൂവൽക്കെട്ട് പോലെ കാണപ്പെടുന്നതുണ്ട് മഴമേഘങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോന്നും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ പെട്ടെന്ന് പറയുന്നതുകൊണ്ട് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മാർബിളിൻ്റെ രാസനാമം എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ് കേട്ടോ. 2013 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്, ഓക്കെ അത് വേണ്ട. ഇപ്രാവശ്യത്തെ റീസെൻ്റായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആരാണ്? ജി ശങ്കരപ്പിള്ളയ്ക്കാണ് കേട്ടോ. ജി ശങ്കരപ്പിള്ളയ്ക്കാണ് ഇപ്പോഴത്തെ എഴുത്തച്ഛൻ പുരസ്കാരം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഹോക്കിയുമായി ബന്ധപ്പെട്ട കപ്പാണ് ഏത്? അഗാഖാൻ കപ്പെന്ന് പറയുന്നത് ഹോക്കിയുമായി എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ദൈവ
ദശകം, ദൈവദശകം. ഈ ദൈവദശകത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? 150 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുത്ത ശ്രീനാരായണൻ്റെ ഗുരുവിൻ്റെ കൃതി ഏതെന്ന് വെച്ചാലും അതും ദൈവദശകമാണ് കേട്ടോ. നദികളെക്കുറിച്ചുള്ള പഠനശാഖയാണ് എന്ത്? പോട്ടമോളജി. നദികളെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നതാണ് പോട്ടമോളജി. വേദനയോടുള്ള അമിത ഭയം അറിയപ്പെടുന്നത് എന്താണ്? അൾഗോഫോബിയ എന്നാണ്. വേദനയോടുള്ള അമിത ഭയമാണ് അൾഗോഫോബിയ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം എന്ന് പറയുന്നത് കോട്ടയമായിരുന്നു. ആദ്യം കണ്ടുപിടിച്ച ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. നമുക്ക് പെട്ടെന്ന് ഓർക്കാമല്ലേ, അസറ്റിക് ആസിഡ്. വീട്ടിൽ വിനാഗിരി അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്, അസറ്റിക് ആസിഡ്. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലം, നമ്മളല്ലെങ്കിൽ ആഹാരം ഫുഡാണല്ലോ, ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായുള്ള ഫുഡ് കഴിക്കാൻ സാധിക്കുന്ന അസറ്റിക് ആസിഡ്, വിനാഗിരി നമുക്ക് ഫുഡ് യൂസ് ചെയ്യുന്നതാണ്. അതാണ് ഏറ്റവും ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആസിഡ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് പറയുന്നത് ഏതാണ്? ഓക്സിജനാണ് കേട്ടോ. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ മൂലകം ഓക്സിജൻ. ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട്. ഇത് ആരുടെ വാക്കുകളാണ്? ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞത് ആരുടെ വാക്കുകളാണ്? റെനെ ദെക്കാർത്തയുടെ വാക്കുകളാണ് കേട്ടോ. ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ചെന്നൈ അല്ല, ബാംഗ്ലൂരാണ് കേട്ടോ. അടുത്തത് ഒരു കറണ്ട് അഫയേഴ്സിനാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നോബൽ പ്രൈസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ചന്ദ്രയാൻ 1ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആയിരുന്നു മയിൽസ്വാമി അണ്ണാദുരൈയാണ് ചന്ദ്രയാൻ 1ൻ്റെ. ഇപ്പോൾ ചന്ദ്രയാൻ 3, കാരണം ചന്ദ്രയാൻ 4 വരെ 2028 അവർ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് ചന്ദ്രയാൻ 4 ദൗത്യം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ISROയുടെ ഡയറക്ടർ വി നാരായണൻ. ഓർത്ത് വെക്കുക. പശ്ചിമഘട്ടത്തെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം എന്ന് പറയുന്നത് ഏതാണ്? പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമാണ് 2012 പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലേക്ക് എത്തുന്നത് താഴെ പറയുന്നവയിൽ ഏത് മാർഗം മുഖേനയാണ്? ഏതാണ്? വിസരണമാണ് കേട്ടോ. വിസരണം മൂലമാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ചാർജ് ഇല്ലാത്ത കണമാണ് എന്ത്? ന്യൂട്രോണിന് ചാർജ് ഇല്ല. പ്രപഞ്ചത്തിലെ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ് ഏതാണ്? ബുധനാണ്. ബുധൻ, ശുക്രൻ എന്നല്ലേ പറയുന്നത്. ടോർച്ചിലെ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ് ആണ് കേട്ടോ. കോൺകേവ്, അകത്തോട്ടിങ്ങനെ വളഞ്ഞിരിക്കുന്നത് കോൺകേവ്. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിൻ്റെയാണ് കേട്ടോ. കത്താൻ സഹായിക്കുന്നത് ഓക്സിജനാണ്. അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന് ഏത് ഊർജ്ജമാണുള്ളത്? അണക്കെട്ടിൽ കെട്ടി നിൽക്കുന്നതിന് സ്ഥിതികോർജ്ജമാണുള്ളത് കേട്ടോ. സ്ഥിതികോർജ്ജം. ചലിക്കുന്ന വസ്തുവിനുണ്ടാകുന്നത് ഗതികോർജ്ജവും. ഉയരമുള്ള ടാങ്കിലുള്ളത് സ്ഥിതികോർജ്ജം, വെള്ളത്തിനുള്ളത് സ്ഥിതികോർജ്ജം. താഴെ പറയുന്ന വാതകങ്ങളിൽ അലസവാതകമല്ലാത്തത് നൈട്രജനാണ്. ഹീലിയം, ആർഗൺ, നിയോൺ ഇതെല്ലാം അലസവാതകമാണ്. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH തന്നിരിക്കുന്നത്. ഇതിൽ കുമ്മായം ചേർക്കേണ്ടത്. അപ്പോൾ pH കുറഞ്ഞതാണ് എന്തെന്ന്? അസിഡിക് നേച്ചർ ഉള്ളതിനാണ് നമുക്ക് കുമ്മായം, ക്ഷാര സ്വഭാവം കൂടുതൽ, അതായത് അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി. അപ്പം ആൻസർ എന്ന് പറയുന്നത് 5, ബിയിനാണ് കേട്ടോ. ബിയിനാണ് 5. അതാണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ്, മാംസ്യത്തിൻ്റെ അഭാവം മൂലം കുട്ടികളിൽ കണ്ടുവരുന്ന രോഗമാണ്. മാംസ്യത്തിൻ്റെ അഭാവം മൂലം കുട്ടികളിൽ കണ്ടുവരുന്നതാണ് കോഷിയേക്കർ എന്ന് പറയുന്ന മാംസ്യത്തിൻ്റെ അഭാവം മൂലം. ശരീര തുലനയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം, ശരീരത്തിൻ്റെ തുലനാവസ്ഥയൊക്കെ നിയന്ത്രിക്കുന്നത് എവിടെയാണ്? സെറിബ്രമാണ് കേട്ടോ. സെറിബ്രമാണ് തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത്. സെറിബ്രമാണ്. തന്നിരിക്കുന്നതിൽ മൊണീഷ്യസ് അല്ലാത്ത സസ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ജാതിയാണ് കേട്ടോ. മാവ്, പ്ലാവ്, തെങ്ങ് ഇതെല്ലാം മൊണീഷ്യസ് സസ്യമാണ്. ജാതി മൊണീഷ്യസ് അല്ലാത്തതാണ്. മലമ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി, മലമ്പനിക്ക് കാരണം ഏതാണ്? പ്രോട്ടോസോവയാണ് കേട്ടോ. പ്രോട്ടോസോവയാണ് മലമ്പനിക്ക് കാരണം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറയുന്നത് ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ്. ഓഫ്താൽമോളജി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓഫ്താൽമോളജി എന്ന് പറയുന്നത് നേത്രരോഗ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടതാണ്. കോശത്തിലെ പവർ ഹൗസ് എന്ന് പറയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. BCG വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്? ക്ഷയത്തിനെതിരെയുള്ളതാണ് BCG വാക്സിൻ.
മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കുന്നത് എവിടെ വെച്ചാണ്? കരളിൽ വെച്ചാണ് കേട്ടോ. കരളിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ കരൾ രോഗം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വളരെയധികം പ്രയാസമാണ്. നമുക്ക് യൂറിയ നമ്മുടെ ശരീരത്തിലെ വേസ്റ്റായിട്ടുള്ള ആവശ്യമില്ലാത്ത യൂറിയ ഡെവലപ്പ് ചെയ്യുന്നത് കരളാണ്. രക്തപര്യനം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? വില്യം ഹാർവി ആണ് കേട്ടോ. വില്യം ഹാർവി ആണ് രക്തപര്യന വ്യവസ്ഥ. നെക്സ്റ്റ് മാത്സ് ആണ്. നമുക്കറിയാം ഇവിടെ മൈനസ് ചെയ്ത് നോക്കുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 9 then 2 അപ്പോൾ ബി ഈസ് ദ റൈറ്റ് ആൻസർ. 1129. ലസാഗു കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലസാഗു എന്ന് പറയുന്നത് എത്ര വരും ചെയ്യുമ്പോൾ 2 1 2 1 2 ഇവിടെ 1 6 and 8 വീണ്ടും ചെയ്യുമ്പോൾ 2 6 4 14 8 4 വീണ്ടും ചെയ്യാം നമുക്ക് 2. അപ്പോൾ 3 4 2 വീണ്ടും 2 വെച്ച് ചെയ്യുമ്പോൾ 3 എടുത്ത് അത്രക്കുക. ഈ 2 4 1 2 2. അപ്പോൾ ഇനി പറ്റത്തില്ലല്ലോ. സോ ലസാഗു എന്ന് പറയുന്നത് എത്ര വരുന്നത്? ഈ 2 4 4 16 16ഉം 6ഉം 16 × 6 6 ചെയ്യുമ്പോൾ എത്ര? 96 എന്ന് വരും കേട്ടോ. 96 ഈസ് ദ റൈറ്റ് ആൻസർ. 96 ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ ചെയ്യുമ്പോൾ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എൽസിയം കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ 72 വരും. അപ്പോൾ നോക്കിയാൽ മതി. 49/72. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 4. ഓക്കെ. ആൻഡ് 7 4 7 then 0 പിന്നെ പോയിൻ്റ്. അപ്പോൾ ദിസ് ഈസ് ദ ആൻസർ. ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ നോക്കുവാണെങ്കിൽ 0 അല്ല, ഇവിടെ ഡിവിഷൻ ചെയ്യുമല്ലേ, ഡിവിഷനാണ്. ഓക്കെ. ഡിവിഷൻ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ 9 × 9 ആണ് 81 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 4 സ്ഥാനം മാറ്റി കുത്തിടണം. സോ ആൻസർ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ 11 + 4 വരും. 11 + 4 എത്ര? 15 ഈസ് ദ റൈറ്റ് ആൻസർ. സംഖ്യകളുടെ ശരാശരി കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ശരാശരി എന്ന് പറയുമ്പം സെൻറ്ററിലെ നോക്കിയാൽ മതി അല്ലേ. സെൻറ്ററിലെ ഓക്കെ, സെൻറ്ററിൽ വരുന്നതെന്ന് പറയുന്നത് ഏതാണ്? 16 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. ഇവിടെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു അറേഞ്ചിങ്ങിന് എഴുതാം. 14 15 16 17 18 തുടർച്ചയായ നമ്പറല്ലേ. അപ്പോൾ സെൻറ്ററിൽ വരുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് ശരാശരി. ആ ഒരു രീതി വെച്ച് പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാം. ഒരു മട്ടത്രികോണത്തിൽ 2 കോണുകളുടെ അളവുകളാവാൻ സാധ്യതയുള്ളത്. മട്ടത്രികോണം ആകുമ്പോൾ ഒരു കോൺ എന്തായാലും 90 ഡിഗ്രിയാണ്. സോ മറ്റേത് രണ്ടും കൂടെ കൂട്ടുമ്പോഴും എത്ര വരണം? 90 ഡിഗ്രി. എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ഇതിൻ്റെ ഉസാഗ കണ്ടുപിടിക്കാനാണ് കേട്ടോ. നേരത്തെ ലസാഗു ചോദിച്ചതുപോലെ ഇവിടെ ഉസാഗയുണ്ട്. 8 ഈസ് ദ ഉസാഗ എന്ന് പറയുന്നത്. HCM. ഇവിടെ ഇത് ക്രിയ ചെയ്യാനാണ് കേട്ടോ. ചെയ്യുമ്പോൾ നമുക്ക് ആൻസറായിട്ട് വരുന്നത് 138 ആണ്. അടുത്ത സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അടുത്ത 2 സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്തെന്ന് പറയുന്നത് 25 32 വരും. 25 32. ഇതിൽ ഒറ്റപ്പെട്ടത് ആരാണെന്നാണ്? ഒറ്റ ആര് എന്ന് പറയുന്നത് 149 ആണ് കേട്ടോ. ബാക്കി എല്ലാം റൂട്ടുള്ളതാണ്.